നമസ്കാരം. ഒരാഴ്ചത്തെ ലോകവിശേഷങ്ങളുമായി വേൾഡ് ഡെസ്ക് ഏവർക്കും സ്വാഗതം. പശ്ചിമേഷ്യയിലെ സംഘർഷം യുഎസും ഇറാനും താൽക്കാലിക വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെച്ചു. ഗൾഫ് മേഖലയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള പ്രാഥമിക ധാരണാപത്രത്തിൽ അമേരിക്കയും ഇറാനും ഒപ്പുവെച്ചതായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. എന്നാൽ കരാറിന്റെ പൂർണ്ണമായ വിശദാംശങ്ങൾ ഇരു രാജ്യങ്ങളും ഇതുവരെ പരസ്യപ്പെടുത്തിയിട്ടില്ല. നിലവിലുള്ളത് താൽക്കാലിക ആശ്വാസം മാത്രമാണെന്നും ശാശ്വതമായ സമാധാന കരാറിനായി ഇനിയും ചർച്ചകൾ നടത്തേണ്ടതുണ്ടെന്നും ഇരുപക്ഷവും വ്യക്തമാക്കി. കഴിഞ്ഞ ഏപ്രിൽ മാസം പ്രഖ്യാപിച്ച താൽക്കാലിക വെടിനിർത്തൽ കരാർ 60 ദിവസത്തേക്ക് കൂടി നീട്ടാനും നിലവിൽ അടഞ്ഞുകിടക്കുന്ന ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കാനുമാണ് പുതിയ ധാരണയിലൂടെ ലക്ഷ്യമിടുന്നത്. ഫെബ്രുവരിയിൽ അമേരിക്കയും ഇസ്രായേലും ഇറാനെതിരെ ആക്രമണം നടത്തിയതിനെ തുടർന്ന് ഹോർമൂസ് കടലിടുക്ക് ഇറാൻ പൂർണ്ണമായി ഉപരോധിച്ചിരിക്കുകയായിരുന്നു. G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ഫ്രാൻസിലെത്തിയപ്പോഴാണ് ട്രംപ് കരാർ ഒപ്പിട്ട വിവരം മാധ്യമങ്ങളോട് സ്ഥിരീകരിച്ചത്. വരും ദിവസങ്ങളിൽ സ്വിറ്റ്സർലാൻഡിലെ ജനീവയിൽ നടക്കുന്ന ഔദ്യോഗിക ചടങ്ങിൽ യുഎസ് വൈസ് പ്രസിഡന്റ് JD വാൻസ് പങ്കെടുക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട തർക്കവിഷയങ്ങൾ ചർച്ചകളുടെ അടുത്ത ഘട്ടത്തിലായിരിക്കും പരിഗണിക്കുക. ആഗോള എണ്ണ വ്യാപാരത്തിന്റെ 1/5 കടന്നുപോകുന്ന തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലെടുക്ക് തുറക്കുന്നു എന്ന വാർത്ത പുറത്തുവന്നതോടെ ആഗോള വിപണിയിൽ അസംസ്കൃത എണ്ണവിലയിൽ വൻ ഇടിവുണ്ടായി. കഴിഞ്ഞ മാർച്ച് 10 ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ നിരക്കിലാണ് ഇപ്പോൾ എണ്ണ വ്യാപാരം നടക്കുന്നത്. ഇതുവരെ 7000-ലധികം ആളുകളുടെ ജീവൻ കവർന്ന ഗൾഫ് പ്രതിസന്ധി പരിഹരിക്കാനുള്ള ഏറ്റവും നിർണായകമായ ചുവടുവയ്പായാണ് ഈ കരാർ വിലയിരുത്തപ്പെടുന്നത്. കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗവും ഇറാൻ, ലെബനൻ പൗരന്മാരാണ്. ഇറാനുമേലുള്ള കടുത്ത സാമ്പത്തിക ഉപരോധങ്ങൾ നീക്കുവാനും വിദേശ ബാങ്കുകളിൽ മരവിപ്പിച്ചു നിർത്തിയിരിക്കുന്ന ഇറാന്റെ ആസ്തികൾ വിട്ടു നൽകുവാനും കരാറിൽ വ്യവസ്ഥയുണ്ടെന്ന് യുഎസ് വൈസ് പ്രസിഡന്റ് JD വാൻസ് അറിയിച്ചു. കൂടാതെ യുഎസ് സൈനിക താവളങ്ങളുള്ള അയൽ രാജ്യങ്ങളായ ഗൾഫ് രാഷ്ട്രങ്ങളുടെ പങ്കാളിത്തത്തോടെ $300 ബില്യൺ പുനർനിർമ്മാണ ഫണ്ട് രൂപീകരിക്കുവാനും ധാരണയായിട്ടുണ്ട്. എന്നാൽ ഈ ആനുകൂല്യങ്ങൾ ലഭ്യമാകണമെങ്കിൽ ഇറാൻ ആണവായുധങ്ങൾ നിർമ്മിക്കില്ല എന്ന് ഉറപ്പ് പാലിക്കണമെന്നും ലെബനനിലെ ഹിസ്ബുള്ള ഉൾപ്പെടെയുള്ള സായുധ ഗ്രൂപ്പുകൾക്കുള്ള പിന്തുണ പൂർണ്ണമായും നിർത്തലാക്കണമെന്നുമാണ് അമേരിക്കയുടെ നിബന്ധന. അമേരിക്കയുടെ നീക്കത്തിൽ ഇസ്രായേൽ ഭരണകൂടം കടുത്ത അതൃപ്തിയിലാണ്. ഈ കരാർ ഇസ്രായേലിന് തീർത്തും ദോഷകരമാണ് എന്നാണ് ഒരു മുതിർന്ന ഇസ്രായേലി ഉദ്യോഗസ്ഥൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ലെബനനിലെ ഹിസ്ബുള്ളയുമായുള്ള പോരാട്ടം പൂർണ്ണമായി നിർത്തണമെന്നാണ് ഇറാന്റെ ആവശ്യമെങ്കിലും തെക്കൻ ലെബനനിൽ നിന്ന് തങ്ങളുടെ സൈന്യത്തെ പിൻവലിക്കില്ല എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി. ഹിസ്ബുള്ളയുടെ ആക്രമണങ്ങൾക്ക് തിരിച്ചടി നൽകാനുള്ള അവകാശം ഇസ്രായേലിനുണ്ടെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇതിനിടെ കരാർ പ്രഖ്യാപനത്തിന് ശേഷവും തെക്കൻ ലെബനനിലെ വില്ലേജായ കാഫിർ തെബനിൽ ഇസ്രായേൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടതായി ലെബനൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ ഉടനടി അവസാനിപ്പിക്കണമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചി ആവശ്യപ്പെട്ടു. കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ വിലക്കാൻ UK. 16 വയസ്സിൽ താഴെയുള്ളവർക്ക് കർശന നിയന്ത്രണം. കുട്ടികളുടെ ഓൺലൈൻ സുരക്ഷ മുൻനിർത്തി വിപ്ലവകരമായ നിയമനിർമ്മാണത്തിനൊരുങ്ങി ബ്രിട്ടൻ. രാജ്യത്ത് 16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് പൂർണ്ണമായും വിലക്കുമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർ സ്റ്റാർമർ പ്രഖ്യാപിച്ചു. സ്നാപ്ചാറ്റ്, ടിക്ടോക്ക്, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, എക്സ്, യൂട്യൂബ് തുടങ്ങിയ എല്ലാ പ്രമുഖ പ്ലാറ്റ്ഫോമുകൾക്കും ഈ നിയന്ത്രണം ബാധകമായിരിക്കും. പുതിയ നിയമത്തിന്റെ ആദ്യഘട്ടം 2027 മാർച്ചോടെ പ്രാബല്യത്തിൽ വരുമെന്നാണ് റിപ്പോർട്ടുകൾ. സോഷ്യൽ മീഡിയ ഉപയോഗം കുട്ടികളുടെ മാനസിക സന്തോഷം ഇല്ലാതാക്കുകയും അവരിൽ കടുത്ത ആസക്തി വളർത്തുകയും ചെയ്യുന്നുവെന്ന് പ്രധാനമന്ത്രി വാർത്താ സമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടി. ഈ നിരോധനത്തിലൂടെ കുട്ടികൾക്ക് അവരുടെ നഷ്ടപ്പെടുന്ന ബാല്യം തിരികെ നൽകുകയാണ് ലക്ഷ്യമെന്നും ഇത്തരം ഒരു നിയന്ത്രണം കൊണ്ടുവരുന്നതിൽ ലോകരാജ്യങ്ങൾക്ക് തന്നെ UK മാതൃകയാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ വർഷം ഓസ്ട്രേലിയ നടപ്പിലാക്കിയ സോഷ്യൽ മീഡിയ നിരോധനത്തിന് മാതൃകയിലാണ് UKയും നിയമം കൊണ്ടുവരുന്നത്. എന്നാൽ ഓസ്ട്രേലിയയേക്കാൾ കർശനമായ അധിക നിയന്ത്രണങ്ങളാണ് ബ്രിട്ടൻ ലക്ഷ്യമിടുന്നത്. 16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ സോഷ്യൽ മീഡിയ വഴി അപരിചിതരുമായി ലൈവ് ചാറ്റ് ചെയ്യുന്നതും തത്സമയ സ്ട്രീമിംഗ് നടത്തുന്നതും പൂർണ്ണമായി നിരോധിക്കും. കുട്ടികളിലെ സോഷ്യൽ മീഡിയ ആസക്തി കുറയ്ക്കുന്നതിനായി പ്ലാറ്റ്ഫോമുകളിലെ ഇൻഫിനിറ്റ് സ്ക്രോളിംഗ് രീതിക്ക് കഴിഞ്ഞാണിടും. പ്രായപൂർത്തിയാകാത്തവർ രാത്രി സമയങ്ങളിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് തടയാൻ പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തും. 16-17 വയസ്സുള്ള മുതിർന്ന കുട്ടികളുടെ ഫോണുകളിൽ ഡീഫോൾട്ടായി സുരക്ഷാ സംവിധാനങ്ങൾ ലഭ്യമാക്കും. കുട്ടികളുടെ മാനസികാരോഗ്യവും സുരക്ഷയും മുൻനിർത്തിയുള്ള ബ്രിട്ടീഷ് സർക്കാരിന്റെ ഈ നീക്കം ആഗോളതലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. മോശം പെരുമാറ്റമുള്ള കുടിയേറ്റക്കാരെ പുറത്താക്കാൻ പുതിയ നിയമവുമായി സ്വീഡൻ.
സ്വീഡനിൽ താമസമാക്കിയ കുടിയേറ്റക്കാരുടെ പെരുമാറ്റം മോശമാണെന്ന് കണ്ടാൽ അവരുടെ റെസിഡൻസി പെർമിറ്റ് റദ്ദാക്കാൻ അധികാരം നൽകുന്ന വിവാദ നിയമം സ്വീഡിഷ് പാർലമെന്റ് പാസാക്കി. നികുതി വെട്ടിപ്പ്, അടച്ചു തീർക്കാത്ത കടങ്ങൾ, അനധികൃത ജോലികൾ ചെയ്യുക, തീവ്രവാദ സംഘടനകളുമായി ബന്ധം പുലർത്തുക തുടങ്ങിയ കാര്യങ്ങൾ പുതിയ നിയമപ്രകാരം മോശം പെരുമാറ്റത്തിന് പരിധിയിൽ വരും. നിലവിൽ അപേക്ഷ നൽകി കാത്തിരിക്കുന്നവർക്കും ഇതിനകം റെസിഡൻസി പെർമിറ്റ് ലഭിച്ചവർക്കും മുൻകാല പ്രാബല്യത്തോടെ ഈ നിയമം ബാധകമായിരിക്കും. രാജ്യത്തെ തീവ്ര വലതുപക്ഷ സർക്കാരും അവരെ പിന്തുണയ്ക്കുന്ന നാഷണലിസ്റ്റ് സ്വീഡൻ ഡെമോക്രാറ്റിക്സ് പാർട്ടിയും ചേർന്നാണ് കുടിയേറ്റ നിയമങ്ങൾ കർശനമാക്കുന്നതിന്റെ ഭാഗമായി ഈ പുതിയ ബിൽ പാസാക്കിയത്. കുറ്റകൃത്യമായി കണക്കാക്കാത്ത പെരുമാറ്റങ്ങളുടെ പേരിൽ പോലും റെസിഡൻസി പെർമിറ്റ് റദ്ദാക്കാൻ അധികാരം ലഭിക്കുന്ന ഈ നിയമം തികച്ചും ഏകപക്ഷീയമാണെന്ന് പ്രതിപക്ഷവും മനുഷ്യാവകാശ സംഘടനകളും കുറ്റപ്പെടുത്തി. ഏതൊക്കെ പ്രവൃത്തികളും പ്രതികരണങ്ങളുമാണ് തങ്ങൾക്കെതിരെ ഉപയോഗിക്കുക എന്ന കാര്യത്തിൽ കുടിയേറ്റക്കാരെ കടുത്ത അനിശ്ചിതത്തിലാക്കുവാൻ ഈ നിയമം കാരണമാകും. ഇത് നിയമവാഴ്ചയെയും നിയമത്തിന് മുന്നിലെ സമത്വം എന്ന തത്വത്തെയും തകർക്കുന്നതാണെന്ന് സിവിൽ റൈറ്റ് ഡിഫൻസ് ഫോഴ്സ് വ്യക്തമാക്കി. രാജ്യത്തെ കുടിയേറ്റം കുറയ്ക്കുമെന്നും കുറ്റകൃത്യങ്ങൾ അടിച്ചമർത്തുമെന്നുമുള്ള വാഗ്ദാനങ്ങളോടെയാണ് 2022 നിലവിലെ സർക്കാർ അധികാരത്തിലേറിയത്. നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്കും മോശമായി പെരുമാറുന്നവർക്കും രാജ്യത്ത് സ്ഥാനമില്ലെന്നാണ് സർക്കാരിന്റെ നയം. ഏതൊക്കെ പെരുമാറ്റങ്ങളാണ് പൂർണ്ണമായും ഈ നിയമത്തിൽ കൃത്യമായി നിർവചിച്ചിട്ടില്ലെങ്കിലും നികുതി വെട്ടിപ്പ്, തീവ്രവാദ ബന്ധം എന്നിവ ഇതിൽ ഉൾപ്പെടുമെന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. സ്വീഡിഷ് മൈഗ്രേഷൻ ഏജൻസി ആയിരിക്കും റെസിഡൻസി പെർമിറ്റുകൾ പുനഃപരിശോധിക്കാനുള്ള ചുമതല. ഈ തീരുമാനത്തിനെതിരെ മൈഗ്രേഷൻ കോടതിയെ സമീപിക്കാൻ കുടിയേറ്റക്കാർക്ക് അവകാശമുണ്ടായിരിക്കും. രാജ്യത്ത് ജീവിക്കുമ്പോൾ നിയമങ്ങൾ പാലിച്ച് മുന്നോട്ടു പോകാൻ തയ്യാറാകാത്തവർക്ക് ഇവിടെ തുടരാൻ അർഹതയില്ലെന്ന് സ്വീഡിഷ് കുടിയേറ്റ മന്ത്രി ജോഹാൻ ഹോർസൽ വ്യക്തമാക്കി. മോശം പെരുമാറ്റമുള്ള കുടിയേറ്റക്കാരെ പുറത്താക്കാൻ പുതിയ നിയമവുമായി സ്വീഡൻ. സ്വീഡനിൽ താമസമാക്കിയ കുടിയേറ്റക്കാരുടെ പെരുമാറ്റം മോശമാണെന്ന് കണ്ടാൽ അവരുടെ റെസിഡൻസി പെർമിറ്റ് റദ്ദാക്കാൻ അധികാരം നൽകുന്ന വിവാദ നിയമം സ്വീഡിഷ് പാർലമെന്റ് പാസാക്കി. നികുതി വെട്ടിപ്പ്, അടച്ചു തീർക്കാത്ത കടങ്ങൾ, അനധികൃത ജോലികൾ ചെയ്യുക, തീവ്രവാദ സംഘടനകളുമായി ബന്ധം പുലർത്തുക തുടങ്ങിയ കാര്യങ്ങൾ പുതിയ നിയമപ്രകാരം മോശം പെരുമാറ്റത്തിന് പരിധിയിൽ വരും. കഴിഞ്ഞ ദിവസം രാത്രി റഷ്യൻ ആക്രമണത്തിൽ തകർന്ന കീവിലെ ചരിത്രപ്രസിദ്ധമായ ഒരു ആശ്രമത്തിന് മുന്നിൽ വെച്ച് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു സെലൻസ്കി. ഫ്രാൻസിലെ ഏവിയൻ ലെസ് ബ്രെയിൻസ് നടക്കുന്ന G7 ഉച്ചകോടിയിലേക്ക് പുടിനെ ക്ഷണിക്കുന്നതിനോട് അമേരിക്ക യോജിച്ചിരുന്നതായും അദ്ദേഹം വെളിപ്പെടുത്തി. G7 ഉച്ചകോടിക്കിടെ പുടിനുമായി കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറാണെന്ന സന്ദേശം ഞങ്ങൾ കൈമാറിയിരുന്നു. കാരണം ട്രംപും മാക്രോണും അവിടെയുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും ഒത്തുചേരുന്ന ഈ വേദി എല്ലാവർക്കും ഒരുമിച്ച് സംസാരിക്കാനുള്ള മികച്ച അവസരമായിരുന്നു. യൂറോപ്പും അമേരിക്കയും ഇതിനോട് യോജിച്ചെങ്കിലും ചർച്ചകൾക്ക് തങ്ങൾ തയ്യാറല്ല എന്ന് റഷ്യ വീണ്ടും തെളിയിച്ചു. വൊളോഡിമർ സെലൻസ്കി കഴിഞ്ഞ ഞായറാഴ്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിൽ പുടിനുമായുള്ള കൂടിക്കാഴ്ച അമേരിക്കയിൽ വെച്ച് സംഘടിപ്പിക്കുന്നതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നതായി സെലൻസ്കി തന്റെ ടെലിഗ്രാം ചാനലിലൂടെ അറിയിച്ചു. ട്രംപിന്റെ സാന്നിധ്യത്തിൽ നടക്കുന്ന ഒരു കൂടിക്കാഴ്ച നിരസിക്കാൻ പുടിന് അത്ര എളുപ്പമാകില്ല എന്നും ഈ അവസരം റഷ്യ നിരസിക്കുകയാണെങ്കിൽ അവർക്കുമേൽ കൂടുതൽ ആഗോള സമ്മർദ്ദം ചെലുത്തേണ്ടി വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചർച്ചകൾക്കുള്ള ക്ഷണം ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ വഴിയും നേരിട്ടും റഷ്യ അറിയിച്ചിരുന്നെങ്കിലും വ്യക്തമായ മറുപടിയൊന്നും ലഭിച്ചില്ല എന്ന് യുക്രൈൻ ഔദ്യോഗിക വാർത്താവൃത്തങ്ങൾ അറിയിച്ചു. ഈ മാസം ആദ്യം സെലൻസ്കി അയച്ച തുറന്ന കത്തിന് യുക്രൈൻ നേതാവിനെ കാണേണ്ട സാഹചര്യമില്ലെന്നായിരുന്നു പുടിന്റെ പരസ്യ പ്രതികരണം. ട്രംപുമായി ഫോണിൽ സംസാരിച്ച മണിക്കൂറുകൾക്കകം കീവിലും ഖാർക്കീവിലും റഷ്യ നടത്തിയ വ്യോമാക്രമണത്തിൽ 10 പേർ കൊല്ലപ്പെട്ടിരുന്നു. പുടിന്റേത് അങ്ങേയറ്റം ക്രൂരവും നിന്ദ്യവുമായ പെരുമാറ്റമാണെന്ന് സെലൻസ്കി കുറ്റപ്പെടുത്തി. G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുമ്പോൾ റഷ്യൻ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ കൂടുതൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉറപ്പാക്കുക എന്നതായിരിക്കും യുക്രൈൻ മുൻഗണന നൽകുന്നത്. യുദ്ധം അവസാനിപ്പിക്കാൻ പുടിനുമേൽ എങ്ങനെ സമ്മർദ്ദം ചെലുത്തുമെന്നതിനെക്കുറിച്ച് ട്രംപുമായും മറ്റ് യൂറോപ്യൻ നേതാക്കളുമായും ചർച്ച നടത്തുമെന്നും സെലൻസ്കി വ്യക്തമാക്കി. ഓപ്പൺ AI-ക്കെതിരായ ഇലോൺ മസ്കിന്റെ ഹർജി കോടതി തള്ളി. വ്യാപാര രഹസ്യങ്ങൾ ചോർത്തിയെന്നതിന് തെളിവില്ല. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രംഗത്തെ പ്രമുഖ കമ്പനിയായ ഓപ്പൺ AI തന്റെ ഉടമസ്ഥതയിലുള്ള XAIയുടെ വ്യാപാര രഹസ്യങ്ങൾ ചോർത്തിയെന്നാരോപിച്ച് ഇലോൺ മസ്ക് നൽകിയ ഹർജി അമേരിക്കൻ ഫെഡറൽ കോടതി തള്ളി. സാൻ ഫ്രാൻസിസ്കോയിലുള്ള ജില്ലാ ജഡ്ജി റീദ ലില്ലാണ് ഹർജി തള്ളിയത്. മസ്കിന്റെ ആരോപണങ്ങൾക്ക് മതിയായ തെളിവുകളില്ല എന്നും കോടതി നിരീക്ഷിച്ചു. XAIയിലെ മുൻ സീനിയർ എഞ്ചിനീയറായിരുന്ന സൂചൻ ലീയെ സ്വാധീനിച്ച് ഗ്രോക്ക് ചാറ്റ്ബോട്ടിന്റെ രഹസ്യവിവരങ്ങൾ ഓപ്പൺ AI ചോർത്തിയെന്നായിരുന്നു മസ്കിന്റെ പ്രധാന ആരോപണം. എന്നാൽ ലീയെ രഹസ്യങ്ങൾ വെളിപ്പെടുത്താൻ ഓപ്പൺ AI പ്രേരിപ്പിച്ചതിനോ ലീ അത്തരം വിവരങ്ങൾ കൈമാറിയെന്ന് ഓപ്പൺ AI എഞ്ചിനീയർമാർക്ക് അറിയാമായിരുന്നു എന്നതിനോ തെളിവില്ല എന്ന് ജഡ്ജി വ്യക്തമാക്കി. ഓപ്പൺ AIക്കെതിരായ നിയമപോരാട്ടത്തിൽ 1 മാസത്തിനിടെ മസ്കിന് നേരിടുന്ന രണ്ടാമത്തെ വലിയ തിരിച്ചടിയാണിത്.
ലാഭം പ്രതീക്ഷിക്കാതെ പ്രവർത്തിക്കുക എന്ന ലക്ഷ്യത്തിൽ നിന്ന് മാറി ഓപ്പൺ എഐയും അതിന്റെ സിഇഒ സാം ആൾട്ട്മാനും ലാഭമുണ്ടാക്കാൻ ശ്രമിക്കുന്നുവെന്ന മസ്കിന്റെ $150 ബില്യൺ ഹർജി മെയ് 18 കോടതി തള്ളിയിരുന്നു. ഈ കേസിലെ മുൻപത്തെ ഹർജി ഫെബ്രുവരിയിൽ കോടതി തള്ളിയിരുന്നു. പുതിയ ഭേദഗതികളോട് സമർപ്പിച്ച ഹർജിയാണ് ഇപ്പോൾ വീണ്ടും തള്ളിയത്. ജോലിക്ക് പുതിയ ആളുകളെ എടുക്കുമ്പോൾ അവരുടെ മുൻകാല തൊഴിൽ പരിചയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് സ്വാഭാവികമാണെന്നും അത് രഹസ്യങ്ങൾ ചോർത്തലാണെന്ന് കരുതാനാവില്ലെന്നും ജഡ്ജി നിരീക്ഷിച്ചു. കേസിൽ ഇനി ഭേദഗതികൾ വരുത്തിയാലും പ്രയോജനമില്ല എന്ന് കണ്ട് കോടതി പരാതി പൂർണ്ണമായും തള്ളി. മസ്കിന്റെ അടിസ്ഥാനരഹിതമായ പരാതിയാണെന്നും തങ്ങളെ ദ്രോഹിക്കാനായി നടത്തുന്ന പ്രചാരണത്തിന്റെ ഭാഗമാണ് ഇതെന്നുമാണ് ഓപ്പൺ എഐ പ്രതികരിച്ചത്. XAIയിൽ നിന്ന് തങ്ങൾക്ക് യാതൊരു രഹസ്യങ്ങളും ആവശ്യമില്ല എന്നും ഓപ്പൺ എഐ അധികൃതർ വ്യക്തമാക്കി. അതേസമയം ആരോപണ വിധേയനായ മുൻ ജീവനക്കാരൻ സുജൈൻ ലീക്കെതിരെ മസ്കിന്റെ കമ്പനി പ്രത്യേകമായ കേസ് നൽകിയിട്ടുണ്ട്. താനും തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നാണ് ലീയുടെ നിലപാട്. ഇന്തോനേഷ്യയിൽ ശക്തമായ ഭൂചലനം ആശുപത്രികൾ ഒഴിപ്പിച്ചു. ഇന്തോനേഷ്യയിലെ സുവാൾസി ദ്വീപിൽ റിക്ടർ സ്കെയിലിൽ 6.7 തീവ്രത രേഖപ്പെടുത്തിയ ശക്തമായ ഭൂചലനം. ചൊവ്വാഴ്ചയുണ്ടായ ഭൂചലനത്തിൽ നിരവധി കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ജനങ്ങൾ പരിഭ്രാന്തരായി തെരുവുകളിലേക്ക് ഓടിയിറങ്ങി. എന്നാൽ സുനാമി ഭീഷണിയില്ല എന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്തോനേഷ്യയിലെ മെറ്റീരിയോളജി, ക്ലൈമറ്റോളജി ആൻഡ് ജിയോഫിസിക്സ് ഏജൻസി നൽകുന്ന വിവരമനുസരിച്ച് ഭൂഗർഭത്തിൽ 10 കിലോമീറ്റർ ആഴത്തിലാണ് ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം. സെൻട്രൽ സുവാൽസി പ്രവിശ്യയുടെ തലസ്ഥാനമായ പാലു നഗരത്തിൽ നിന്നും 42 കിലോമീറ്റർ തെക്ക് കിഴക്ക് മാറിയാണ് ഭൂചലനം അനുഭവപ്പെട്ടത്. 4 ലക്ഷത്തോളം ജനങ്ങൾ താമസിക്കുന്ന പാലു നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും 1 മീറ്ററിലധികം സമയം ശക്തമായ വിറയൽ അനുഭവപ്പെട്ടു. ഇതിനു പിന്നാലെ 5.2 തീവ്രത രേഖപ്പെടുത്തിയതുൾപ്പെടെ നിരവധി തുടർചലനങ്ങളും ഉണ്ടായി. നിരവധി കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചെങ്കിലും ഉടനടി മരണങ്ങളോ ഗുരുതരമായ പരിക്കുകളോ റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. എങ്കിലും മുൻകരുതലിന്റെ ഭാഗമായി നഗരത്തിലെ പ്രധാന ആശുപത്രികളിൽ നിന്ന് രോഗികളെയും IV ഡ്രിപ്പ് ഇട്ടവരെയും അടക്കം പുറത്തുള്ള സുരക്ഷിതമായ തുറസായ സ്ഥലങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. ഈ ഭൂചലനം പാലു നഗരത്തിലെ ജനങ്ങളിൽ പഴയൊരു കറുത്ത ഓർമ്മയുടെ ഭീതി ഉണർത്തിയിരിക്കുകയാണ്. 2018 പാലു നഗരത്തെ തകർത്തു കളഞ്ഞ 7.5 തീവ്രതയുള്ള ഭൂചലനവും പിന്നാലെയുണ്ടായ സുനാമിയും മണ്ണൊലിപ്പും കാരണം 1000ഓളം ആളുകളാണ് മരണപ്പെട്ടത്. കൂടാതെ 2021 ജനുവരിയിലുണ്ടായ മറ്റൊരു ഭൂചലനത്തിൽ 100ഓളം പേർ മരിക്കുകയും ചെയ്തിരുന്നു. ഭൂമിശാസ്ത്രപരമായി ശാന്തസമുദ്രത്തിലെ സജീവ അഗ്നിപർവ്വത മേഖലയിലെ റിംഗ് ഓഫ് ഫയർ എന്ന പ്രദേശത്താണ് ഇന്തോനേഷ്യ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഭൂചലനങ്ങളും അഗ്നിപർവ്വത സ്ഫോടനങ്ങളും പതിവാണ്. ഇറാൻ ഇനി അണുബോംബ് ഉണ്ടാക്കില്ല, ശത്രുക്കൾക്ക് നെതന്യാഹുവിന്റെ അന്ത്യശാസനം. അമേരിക്കയും ഇറാനും തമ്മിൽ പുതിയ സമാധാന കരാറുകളിൽ ഒപ്പുവെച്ചതിന് പിന്നാലെ ശക്തമായ പ്രതികരണവുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. കരാറുകൾ ഉണ്ടായാലും ഇല്ലെങ്കിലും ഇറാനെ ആണവായുധം നിർമ്മിക്കാൻ ഇസ്രായേൽ അനുവദിക്കില്ല എന്ന് നെതന്യാഹു വ്യക്തമാക്കി. താൻ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി കസേരയിൽ ഇരിക്കുന്നിടത്തോളം കാലം ഇറാന്റെ ആണവ മോഹങ്ങൾ നടക്കില്ല എന്നും വരാനിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ വീണ്ടും മത്സരിക്കാൻ തയ്യാറെടുക്കുന്ന നെതന്യാഹു ഓർമ്മിപ്പിച്ചു. ഇതുവരെ നടന്ന യുദ്ധങ്ങളിലൂടെ ഇസ്രായേൽ എന്താണ് നേടിയതെന്ന് ചോദിക്കുന്നവർക്കുള്ള മറുപടിയാണ് നെതന്യാഹു കഴിഞ്ഞ ദിവസങ്ങളിലെ സൈനിക നേട്ടങ്ങൾ അക്കമിട്ട് നിർത്തിയത്. ഇസ്രായേൽ നേരിട്ടിരുന്ന എല്ലാ വലിയ സുരക്ഷാ ഭീഷണിയാണ് യുദ്ധത്തിലൂടെ ഇല്ലാതാക്കിയതെന്ന് നെതന്യാഹു അവകാശപ്പെട്ടു. ഇസ്രായേൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ വ്യോമാക്രമണമാണ് ഇറാനെതിരെ നടത്തിയത്. ഇറാന്റെ ആണവ ശാസ്ത്രജ്ഞരെയും ഭീകര സംഘടനകളുടെ തലവന്മാരെയും വകവരുത്തി. നിർമ്മാണത്തിലിരുന്ന മിസൈലുകളും അവയുടെ ഫാക്ടറികളും ആണവ കേന്ദ്രങ്ങളും തകർത്തു. ഇറാന്റെ വ്യോമനാവിക സേനകൾക്കും എണ്ണ വ്യവസായത്തിനും കനത്ത നാശനഷ്ടം വരുത്തി. ഇറാൻ ജനതയെ അടിച്ചമർത്തിയ ബാസിജ് കമാൻഡർമാരെ ഇല്ലാതാക്കി ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെ തകിടം മറിച്ചു. ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന സൈനിക നീക്കത്തിലൂടെ ഇസ്രായേലിനെ വലിയൊരു ആണവ ദുരന്തത്തിൽ നിന്നാണ് രക്ഷിച്ചതെന്നും അന്ന് കൃത്യസമയത്ത് ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ ഇറാൻ ഇതിനോടകം തന്നെ അണുബോംബ് നിർമ്മിച്ച് ലക്ഷക്കണക്കിന് ഇസ്രായേലികളെ അപകടത്തിലാക്കാമായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇറാനെതിരെ മാത്രമല്ല അവർക്ക് പിന്നിൽ അണിനിരക്കുന്ന എല്ലാവർക്കുമെതിരെ ഇസ്രായേലിന്റെ ആക്രമണം തുടരുമെന്ന് നെതന്യാഹു മുന്നറിയിപ്പ് നൽകി. ഗാസ, ലബനൻ, സിറിയ, യമൻ തുടങ്ങിയ ശത്രുക്കളുടെ എല്ലാ കേന്ദ്രങ്ങളിലും ഇസ്രായേൽ ശക്തമായ തിരിച്ചടി നൽകിയിട്ടുണ്ട്. ഹമാസിന്റെ ഒട്ടുമിക്ക നേതാക്കളെയും വധിച്ചതായും ഇനിയും അവശേഷിക്കുന്ന ഒരാൾ കൂടി ഉടൻ തന്നെ ഇല്ലാതാകുമെന്ന് നെതന്യാഹു പറഞ്ഞു. ആരും വിശ്വസിക്കാതിരുന്നിട്ടും ഗാസയിൽ നിന്ന് അവസാന ബന്ദിയെ വരെ സുരക്ഷിതമായി തിരികെ എത്തിക്കാൻ കഴിഞ്ഞത് വലിയ വിജയമാണ്. ശത്രുക്കളുടെ ഭയത്തിന്റെ അതിരുകൾ തകർത്തുകൊണ്ട് ഇസ്രായേലിന്റെ സുരക്ഷാ നയം താൻ തന്നെ തിരുത്തി കുറിച്ചതായും നെതന്യാഹു അവകാശപ്പെട്ടു.
ഇതോടെ വേൾഡ് ഡെസ്ക് പൂർണ്ണമാകുന്നു. കൂടുതൽ ലോകവിശേഷങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. നന്ദി.